സ്പീക്കർ അനുവദിക്കാൻ ഞാൻ സമ്മതിക്കാം. ഇല്ല പറ്റില്ല. അങ്ങ് പറഞ്ഞ കുറേ പോയിന്റ് ഞാൻ കേട്ടിട്ട് എടുത്താണ്, അതുകൊണ്ടാണ് പറയുന്നത് ഈ സെഷനിൽ തന്നെ. സാർ ഞാൻ ബാക്കി പറയാൻ സാർ ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇനി പറയേണ്ടത് കാവിലുണ്ട്. ഞങ്ങളുടെ ഒരു കമ്പനിയാണ്, നമുക്കും നിങ്ങൾക്കും എല്ലാം രാഷ്ട്രീയ നിലപാടുണ്ട്. സ്പീക്കർ അനുവദിക്കാൻ ഞാൻ സമ്മതിക്കാം. ഇല്ല പറ്റില്ല. നമസ്കാരം. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനെ പരിഹസിച്ച സ്പീക്കർ എൻ ഷംസീർ പ്രതിപക്ഷത്തെ മാത്രമല്ല ഭരണപക്ഷത്തെയും തക്കം കിട്ടിയാൽ കടന്നാക്രമിക്കാനും പരിഹസിക്കാനും കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ പരിഹാസ ശരങ്ങൾ ഉയർത്താനും മിടുക്കനാണ് ഷംസീർ. സ്പീക്കർ പദവിയിലെത്തിയ ശേഷം ഷംസീർ നടത്തിയിട്ടുള്ള പല ഇടപെടലുകളും പ്രശംസനീയം തന്നെയാണ്. ഇപ്പോഴിതാ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിനിടെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു സ്പീക്കർ ഷംസീർ. തുടക്കത്തിൽ തന്നെ തന്റെ പ്രസംഗത്തിനിടയിൽ കൈകടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സജി ചെറിയാൻ പ്രസംഗം ആരംഭിച്ചത്. എന്നാൽ ചർച്ച വഴിമാറി തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ചർച്ചയിലേക്ക് എത്തിയതോടെ ഇതൊക്കെ കേട്ട് മടുത്തതാണ് എന്നും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കരുത് എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർ ഷംസീർ രംഗത്ത് വരികയായിരുന്നു. എന്തായാലും സജി ചെറിയാനെ പഞ്ഞിക്കിട്ടുകൊണ്ടുള്ള ഷംസീറിന്റെ ആ വീഡിയോ ഒന്ന് കാണാം. പിന്നെ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചോദിച്ചാൽ എല്ലാം ഇദ്ദേഹം ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് സാർ, ഈ മത്സ്യ സഹകരണ സംഘടനയെ പറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കേരളത്തിലെ മത്സ്യ സഹകരണ സംഘത്തെ ശാക്തീകരിക്കുക എന്ന നിലപാടാണ് ഞാൻ മന്ത്രി അന്വേഷണം ആദ്യം സ്വീകരിച്ചത്. 750ഓളം മത്സ്യ സഹകരണ സംഘങ്ങളിൽ ബഹുഭൂരിപക്ഷവും മത്സ്യഫെഡിന്റെ കീഴിൽ വേണ്ടത്ര ഗുണപരമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളല്ലായിരുന്നു. എന്നാൽ കേരളത്തിൽ 16 സംഘങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചു. ആ 16 മെച്ചപ്പെട്ട സംഘങ്ങളുടെ ഭാരവാഹികളുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടി മറ്റുള്ള സംഘത്തിന്റെ ഭാരവാഹികളും ഇരുവിച്ചിരുത്തി എങ്ങനെയാണ് ലാഭകരമായി പോകുന്നത്, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നിങ്ങളാണ് ഇടപെടേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഇടപെടൽ നടത്തി. ഇപ്പോ 123 മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളെ ശാക്തീകരണ പദ്ധതി ഉൾപ്പെടുത്തി 15 ലക്ഷത്തോളം രൂപ ഓരോ സംഘത്തിനും ധനസഹായം നൽകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോ അതിന്റെ ഭാഗമായി 51 സംഘങ്ങൾക്ക് ഒന്നാമത് ഒരു ആദ്യ ഗഡു കൊടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളി സംഘങ്ങൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വളർച്ച നേരിടുന്ന ഒരു കാലമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാറേ ഒന്നും ആയില്ല സാറേ, 30 മിനിറ്റായി. സാറേ 30 സാറേ, നേരത്തെ കട്ട് ചെയ്ത് നേരത്തെ സാറേ 15 ആയുള്ളൂ. നിങ്ങൾ ഈൽഡ് ചെയ്തപ്പം കട്ട് ചെയ്യുന്നു, അങ്ങനെ പറ്റില്ല. പ്ലീസ് 15 ആയുള്ളൂ പ്ലീസ്. ആ കണക്ക് തെറ്റാ സാർ. അല്ല അത് ഞാൻ ബഹുമാനപ്പെട്ട രമ പറഞ്ഞ കാര്യം സാർ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞിട്ട് അവര് പോകും. നമ്മള് ബഹുമാനപ്പെട്ട രമ മെമ്പർ ഇവിടെ പറഞ്ഞല്ലോ 15 ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് വെച്ചു അവിടുത്തെ ഹാർബർ, ചോമ്പാൽ ഹാർബർ. ശരിയാണ്, ഞാനവിടെ വന്ന് നേരിട്ട് സന്ദർശിച്ച ഹാർബറിലേക്കുള്ള അപ്രോച്ച് കൊണ്ട് 56 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. ഹാർബറിലെ കെട്ടിടങ്ങൾക്ക് അടിയന്തര അറ്റകുറ്റപ്പണി നടത്തുന്ന പുതിയ എസ്റ്റിമേറ്റ് എടുത്തു. അവിടെ റോഡ് പണിയുന്ന രമയോടെ പോകണം. രമ ടീച്ചറിനെ തോപ്പിക്കാൻ പോയ ആ സമയം നോക്കി ഇടയ്ക്ക് അവിടെ കൂടെ സന്ദർശിക്കുക, ഉള്ള കാര്യം പറഞ്ഞ് അവിടെ പോകണം, അടിയന്തരമായിട്ട് പോകണം. ഇനിയും ബഹുമാനപ്പെട്ട രമ പറഞ്ഞ ഹാർബർ നവീകരണത്തിനായി 11 കോടി രൂപയുടെ പ്രവൃത്തികൾക്കുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി വരുന്നു. ബഹുമാനപ്പെട്ട മെമ്പർ മന്ത്രി എന്ന നിലയിൽ ഞാൻ അവിടെ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഈ വർഷത്തെ നബാർഡ് സമർപ്പിക്കും. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല പരിഗണന തരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഓക്കെ. പിന്നെ അവിടുത്തെ ഫിഷ് ടാങ്കിങ് സെന്ററിനെ പറ്റി അതിന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണെന്ന്. പിന്നെ ചോമ്പാൽ ഞാനിവിടെ പറഞ്ഞു, ഞാനത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം തരും. പിന്നെ ബഹുമാനപ്പെട്ട അരുൺകുമാറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു. നല്ല പുരോഗതി ഈ കാര്യത്തിലെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. ഞാൻ പറഞ്ഞു, ഇനി അധികം പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങ് പറഞ്ഞ കുറേ പോയിന്റ് ഞാൻ കേട്ടിട്ട് എടുത്താണ്, അതുകൊണ്ടാണ് പറയുന്നത് ഈ സെഷനിൽ തന്നെ. സാർ ഞാൻ ബാക്കി പറയാൻ സാർ ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇനി പറയേണ്ടത് കാവിലുണ്ട്. ഞങ്ങളുടെ ഒരു കമ്പനിയാണ്, നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ആ കമ്പനി ഇപ്പോൾ 10 ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പ് സൗജന്യമായിട്ട് തന്നു. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനിയാക്കി ഉയർത്താനുള്ള അതിന്റെ പുതിയ MOU മാറ്റം വരുത്തി അതിന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ എക്സ്പോർട്ടിംഗ് കമ്പനിയായി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. ആ കാര്യം ഞാനോട് വിശദീകരിച്ചില്ല. അഡാക്കിന്റെ നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, അത് ഞാൻ വിശദീകരിക്കാൻ പോയി അങ്ങനെ 1 മണിക്കൂർ തണ്ടി വരും. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വളരെ ഫലപ്രദമായി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശ വികസന കോർപ്പറേഷൻ
അതിന് പ്രത്യേക ഏത് പ്രവൃത്തി എടുക്കാനും അനുവാദം തന്നു. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാറിന്റെ അഭ്യർത്ഥനയുണ്ട്. PWD ബിൽഡിംഗ്സ് മാത്രമല്ല, നമ്മുടെ വകുപ്പിലുള്ള തീരദേശ വികസന കോർപ്പറേഷന് കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവൃത്തിയായിട്ട് കഴിയും. കുറച്ച് പ്രവൃത്തി ഞാൻ കൂടെ തരണം, ഒരു കുഴപ്പമില്ല. അങ്ങനെ അതും രക്ഷപ്പെട്ട് അങ്ങനെ ആ സ്ഥാപനം ഇന്ന് ലാഭകരമായി, സ്വന്തമായ കെട്ടിടമായി. ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളെയും ഒന്നൊന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് 3 വർഷക്കാലമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. മുതലപ്പടിയെ പറ്റി ഇവിടെ പറഞ്ഞു, അതിന്റെ മരണത്തെ സംബന്ധിച്ച് ഇന്നലെ വിശദമായി പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം പറയാം, അവിടെ ബഹുമാനപ്പെട്ട ജോയി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദാനിയെ ഇതിൽ നിന്ന് മാറ്റി അവരുടെ എഗ്രിമെന്റ് തീർന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? സാർ, അത് ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവരുമായിട്ട് ചർച്ച നടത്തി. അവര് 2 മാസം കൂടി അവധി ചോദിച്ചിരിക്കുകയാണ്. അവരെ ആത്മാർത്ഥമായി ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരെ മാറ്റി സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് വകുപ്പ് തന്നെ ആ പ്രവൃത്തി നടത്തുമെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയ പ്രശ്നം ഒന്നും പറയുന്നില്ല, ഒറ്റ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ നല്ല ഐക്യത്തിന് യോജിപ്പിൽ പോകണം. ഈ കുടിലമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രം കൊണ്ട് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ നമുക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല. പറയട്ടെ, ഞാൻ പറഞ്ഞു നമുക്കും നിങ്ങൾക്കും എല്ലാം രാഷ്ട്രീയ നിലപാടുണ്ട്. സ്പീക്കർ അനുവദിക്കാൻ ഞാൻ സമ്മതിക്കാം. പറ്റില്ല. ഇതിൽ ചില കാര്യങ്ങളുടെ ബഹുമാനപ്പെട്ട ജോയി മെമ്പർ പറഞ്ഞു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വർഗീയ ശക്തികളുടെ കടന്നുവരവാണ്. വർഗീയ ശക്തികളുടെ കടന്നുവരവിനെ ചെറുക്കാൻ, ഈ കേരളത്തിലെ മതനിരപേക്ഷ ഐക്യം ഉയർത്തിപ്പിടിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണരുത്. നിങ്ങൾക്ക് ഉന്നയിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉന്നയിക്കാം, പക്ഷേ അത് കേൾക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. നിങ്ങളും ഞങ്ങളും എല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും കുറച്ച് കാണും. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമാണ്. ഉദ്ദേശത്തിനൊരു ശുദ്ധി വേണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാം ഇടതുപക്ഷത്തിന്റെ നെഞ്ചത്ത് വെച്ച് കെട്ടി കയറാം, അല്ലെങ്കിൽ അടിച്ചു തകർക്കാം എന്ന് ധരിച്ചാൽ നിങ്ങളുടെ സ്ഥാനത്തോ ഞങ്ങളുടെ സ്ഥാനത്തോ വരാൻ പോകുന്ന ഒരു അപകടം മുന്നിൽ കണ്ടോളും. കേരളത്തിന്റെ നവോത്ഥാന മൂവ്മെന്റുകൾ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, ഒരു നേട്ടം, വളർച്ച ഈ കേരളത്തിൽ ഇല്ലായ്മയാകുന്ന ഒരു കാലത്തേക്ക് പോന്നു. പറയട്ടെ, ഞാൻ ഹമീദ് ഇവിടെ പറഞ്ഞു, ഒറ്റ കാര്യത്തിൽ മറുപടി പറയാം, വേറൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന്റെ അടിത്തറ ഇടതുപക്ഷത്ത് ഒഴുകിപ്പോയി. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് ചില ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളുടെ മാത്രമല്ല ഒഴുകിപ്പോയത്, നിങ്ങളുടെ ഒഴുകിപ്പോയി. ഞങ്ങളുടെ 1.43 പോയപ്പോൾ നിങ്ങളുടെ 2.45 പോയി. അതുകൊണ്ട് ആ പോക്കിനെ കുറിച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യണ്ട. അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കാര്യം അത് മനസ്സിലാക്കിക്കോണം. ഇന്ന് കാണുന്ന കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിലൊരു സാംസ്കാരിക പ്രതലമുണ്ടായിരുന്നു. ആ പ്രതലത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ എല്ലാ മേഖലയിലും കടന്നു കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. മൈനോറിറ്റി മേഖല കടന്നു കയറിയില്ല സാർ. തൃശൂർ ജില്ലയിലെ വിജയത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ച് കടന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഏതാണ്ട് അങ്ങ് തകർന്നു എന്ന് സാറിനൊന്നും വേണ്ട. ഞാൻ ഇന്നലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെയും 2001 മുതൽ അസംബ്ലി ഇലക്ഷന്റെയും 2004 മുതൽ പാർലമെന്റ് ഇലക്ഷൻ കണക്ക് ഞാൻ പറഞ്ഞു. പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. പക്ഷെ 2 നേട്ടം ഉണ്ടാകുമ്പോഴും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന 2 മുന്നണിക്കാണ് നേട്ടം. ആ സ്ഥാനത്ത് വർഗീയ ശക്തികൾ കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി താൽക്കാലിക ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ പ്രശ്നാധിഷ്ഠിതമായി വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് നല്ല യോജിച്ച അന്തരീക്ഷത്തിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകണം. അതിന്റെ ഭാഗമായി നമുക്ക് ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.